കൊട്ടാരങ്ങളുടെ കൊത്തളങ്ങൾക്ക് കൊത്തുപണി ചെയ്യുവാൻ കാശുണ്ട്, പാവങ്ങളുടെ പാതയോരങ്ങൾ പുനഃക്രമീകരിക്കാൻ പണമില്ല എന്നുള്ള അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ കടന്നു വന്നിരിക്കുന്നത്. ഇതിനെതിരെ ഈ സമരം ഒരു സൂചന മാത്രമാണ്. ഇനിയും കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. മലകുന്നം കൊച്ചുമറ്റം റോഡ് സഞ്ചാരയോഗ്യമാക്കുക, എത്രയും വേഗം ആരംഭിക്കുക. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, സൂചനാ സമരം സിന്ദാബാദ്, സൂചനാ സമരം സിന്ദാബാദ്, പ്രതിഷേധ സമരം സിന്ദാബാദ്, പ്രതിഷേധ സമരം സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. മലകുന്നം കൊച്ചുമറ്റം റോഡ് സഞ്ചാരയോഗ്യമാക്കുക. ഈ പ്രശ്നത്തിൽ സർക്കാർ ഇടപെടുക. ഈ പ്രശ്നത്തിൽ സർക്കാർ ഇടപെടുക. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പയ്യപ്പാടി മലകുന്നത്താണ്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചുമറ്റം റോഡിന്റെ ശോചനീയാവസ്ഥ ഞാനൊരു വീഡിയോയ്ക്കകത്ത് നിങ്ങളെ കാണിച്ചതാണ്. അപ്പോൾ ഇന്ന് കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ധർണ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ധർണയുടെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇത് പയ്യപ്പാടി കവലയാണ്. പയ്യപ്പാടി കവലയിൽ നിന്ന് ഇടത്തോട്ട് തിരിയുന്ന വഴിയാണ് കൊച്ചുമറ്റം റോഡ്. ആ റോഡ് വഴി വെണ്ണിമല ക്ഷേത്രത്തിലേക്കും പോകാവുന്നതാണ്. ഈ ജംഗ്ഷൻ ഇതാണ് മലകുന്നം. ഇവിടുന്ന് മുന്നോട്ടുള്ള വഴി മുഴുവൻ തകർന്ന് കിടക്കുകയാണ്. ഞാനൊരു വീഡിയോയ്ക്കകത്ത് നിങ്ങളെ കാണിച്ചതാണ്. ഇവിടെയെല്ലാം പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. പയ്യപ്പാടി കൊച്ചുമറ്റം PWD റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാമെന്നും പറഞ്ഞ് CPMൻ്റെ നേതൃത്വത്തിൽ ഒട്ടിച്ചിരിക്കുന്നതാണ്. വെയിറ്റിംഗ് ഷെഡിലും എല്ലാം പോസ്റ്റ് ഒട്ടിച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് ഒരു ജനകീയ പ്രശ്നമായിട്ട് അധികാരികൾ എടുത്തുകൊണ്ട് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തകർന്ന് കിടക്കുകയാണ്. ഒരു വിധത്തിലും വാഹനവുമായിട്ട് പോകാൻ പറ്റുവരാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഉണ്ടോ, ഇവിടെ തുടക്കത്തിൻ്റെ ഉണ്ടോ, ഇവിടെയാണ് പ്രതിഷേധ ധർണ നടക്കുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ഈ താഴെയാണ് റോഡ് വളരെയേറെ മോശമായി കിടക്കുന്നത്. അവിടെയാണ് ധർണ നടക്കുന്നത്. അപ്പോൾ വാഹനങ്ങളൊക്കെ ചെറിയ രീതിയിൽ തടഞ്ഞാണ് ധർണ നടക്കാൻ പോകുന്നത്. അപ്പം ധർണ പ്രവർത്തകരങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. അതുപോലെ ശോചനീയാവസ്ഥയിലാണ് ഈ റോഡ്. കണ്ടോ, ഒരു സൈഡൊക്കെ അങ്ങ് വണ്ടി പോയിട്ട് കണ്ടോ, അവിടെ ഒന്നും കടന്നു പോകാൻ പറ്റുവരാത്ത വിധത്തിൽ തന്നെ കിടക്കുകയാണ്. അപ്പം പുതുപ്പള്ളിയിൽ നിന്നെല്ലാം കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഇവിടെ എത്താനുണ്ട്. അപ്പം ധർണ ആരംഭിക്കാൻ പോവുകയാണ്. വാർഡ് മെമ്പർ മോനിച്ചൻ മുൻകൈ എടുത്താണ് ഈ ഇവിടെ നിന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പം പ്രവർത്തകരെല്ലാം എത്തിയിട്ടുണ്ട്. പുതുപ്പള്ളിയിലെ കോൺഗ്രസ് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു വഴിയെന്ന് പറയുന്നത് പൊതുജനത്തിൻ്റെ അവകാശമാണ്, അത് നിഷേധിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരായിട്ടാണ് ഈ സമരം നടക്കുന്നത്. നിങ്ങൾ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ വഴിയുടെ ശോചനീയാവസ്ഥ നിങ്ങളിപ്പോൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ നാളുകളായി ഈ റോഡ് ഇതേപടി കിടക്കുകയാണ്. ഇത് ഈ റോഡ് നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇതിനകം നമ്മൾ പല നിവേദനങ്ങൾ ബന്ധപ്പെട്ട അധികൃതരോട് ബഹുമാനപ്പെട്ട MLAയുടെ സാന്നിധ്യത്തിൽ ഈ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ വിളിച്ചുകൂട്ടി ഇത് എത്രയും പെട്ടെന്ന് ഇത് റീടാറിങ് നടത്തണം, അത് നല്ല രീതിയിലാക്കിയിട്ട് ഗതാഗത യോഗ്യമാക്കണമെന്ന് തീരുമാനമെടുത്തു. ഒന്നും നടന്നിട്ടില്ല. ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഈ റോഡിൻ്റെ കസ്റ്റോഡിയനായ PWD പാമ്പാടി ഡിവിഷൻ്റെ ആൾക്കാരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടു. പാമ്പാടി ഡിവിഷൻ്റെ ആൾക്കാർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് 27 ലക്ഷം രൂപ വേണം. അതിൽ 17 ലക്ഷം രൂപയാണ് വാട്ടർ അതോറിറ്റി PWD കെട്ടിവെച്ചിരിക്കുന്നത്. ഈ റോഡ് ശോചനീയമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ജലജീവൻ മിഷന് വേണ്ടിയിട്ട് പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് വെട്ടിക്കുഴിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. നേരത്തെ മോശമായിരുന്നു, പിന്നീട് പരിപൂർണമായിട്ട് തകർച്ചയിലേക്കാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. 17 ലക്ഷം രൂപ അവർ കൊടുത്തിട്ടുണ്ട്. അതിന് 10 ലക്ഷം രൂപ വേണം. 17 10 27 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ MES കോളേജ് തൊട്ട് ഈ മലകുന്നം വരെയുള്ള ഭാഗം
ക്ലിയർ ചെയ്യാൻ ഒക്കത്തുള്ളൂ. കാരണം ഈ 27,18,000 GST പോകും, പിന്നെ 13%, 14% വേറെ ഒന്നിനും മാറ്റി വെക്കേണ്ടി വരും. അപ്പം ശരിക്കും റോഡിൽ വീഴുന്ന പൈസ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ. ആ റോഡ് അത് മുഴുവൻ പൈസ കിട്ടിയാൽ മാത്രമേ അത് ചെയ്യാനൊക്കത്തുള്ളൂ. അല്ലെ 17 ലക്ഷം രൂപ കൊണ്ട് ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കാൻ പറ്റില്ല. ഞങ്ങൾ പല പ്രാവശ്യം PWD വാട്ടർ അതോറിറ്റിക്ക് ഞങ്ങൾ നിവേദനം കൊടുക്കുകയും ഞങ്ങൾ ബന്ധപ്പെടുകയും നേരിൽ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഈ അവസ്ഥ മനസ്സിലാക്കിയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇതിനെതിരായിട്ട് ശക്തമായി പ്രതികരിക്കണം. നാട്ടുകാർ അനുഭവിക്കുന്ന ദുസ്ഥിതിയിൽ എല്ലാവരുടെയും വികാരങ്ങൾ അധികൃതർ അറിയണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഇന്ന് ഞങ്ങൾ ഈ ധർണാ പരിപാടി ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഞങ്ങൾ ധർണ നടത്തുന്നു എന്ന് അറിഞ്ഞ ഉടനെ CPMകാർ കുറേ പോസ്റ്ററൊക്കെ അവിടെ ഇവിടെ അടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം MLAയുടെ കുറ്റം കൊണ്ടാണെന്ന്. ഭരിക്കുന്ന ആരാ? CPM നേതൃത്വത്തിൽ പറഞ്ഞ അവിടെ ആരാ മന്ത്രി? CPM മന്ത്രി. എന്നിട്ട് MLA കുറ്റം പറയാം. MLAക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? MLA ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം വിളിച്ചു കൂട്ടി ആവശ്യമായ ഫണ്ട് അനുവദിക്കുക എന്നുള്ള അതിൽ കൂടുതൽ MLAക്ക് ചെയ്യാനൊക്കത്തില്ല. MLA ആണോ ബില്ല് ഒപ്പിടുന്നത്? MLA ആണോ സർക്കാർ ഓഫീസിൽ പോയിരുന്ന് എന്ത് ചെയ്യുന്നത്? MLA കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് MLAയുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ബന്ധപ്പെട്ട അധികൃതരാണ് മുന്നോട്ട് കാര്യങ്ങൾ നീക്കാത്തത്. അതിന്റെ കാര്യം പറഞ്ഞത് സാമ്പത്തിക പ്രയാസത്തിന് ഇരുട്ടോട്ട് ഓട്ടയടയ്ക്കുക. അവര് ഇല്ലാത്ത ന്യായം പറയുക. സാമ്പത്തികം ഇല്ല, അത് ചെയ്യാൻ റോഡ് ചെയ്യാൻ സാമ്പത്തികമില്ല, അത് സമ്മതിക്കില്ല. സമ്മതിക്കുന്നതിന് പകരം MLAയും മറ്റുള്ള ആൾക്കാരെയും കുറ്റം പറഞ്ഞ് പഴിയാരി രക്ഷപ്പെടുന്ന ഒരു സമീപനമാണ് CPM അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള ശക്തമായ ധർണാ പരിപാടിയാണ് ഇവിടെ നടത്തുന്നത്. നിങ്ങളറിയാം, ഇത്രയും പേര് ഇവിടെ ഞങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ആവിഷ്കരിച്ച പരിപാടിയാണ്, അല്ല രൂപപ്പെടുത്തിയ പരിപാടിയാണ്. ഇത് ഇത്രയും പേര് അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതൊരു 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരത്തിൽ മാത്രമാണ് ഇത്രയും തകർന്ന് കിടക്കുന്നത്. ഇത് ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതിവിടെ കൊണ്ട് നിൽക്കത്തില്ല. ഞങ്ങൾ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി അങ്ങേയറ്റം വരെ ഏത് തരത്തിൽ വേണമെങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ അഥവാ ഇനി അടുത്ത ഇതിപ്പോൾ 1 മണിക്കൂറോ അല്ല 1/2 മണിക്കൂറോ ഞങ്ങൾ റോഡ് തടയുന്നുള്ളൂ. പൊതുജനങ്ങൾക്ക് അല്ല വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരരുത് എന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങൾ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇനി മുന്നോട്ട് ഇതിനൊരു മറുപടി അല്ലെങ്കിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ റോഡ് അനിശ്ചിതകാലം തടയുന്ന ഉൾപ്പെടെയുള്ള ഗംഭീരമായ അല്ലെങ്കിൽ കാര്യപരിപാടികൾ ഞങ്ങളിവിടെ നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ, ഈ ധർണാ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും, എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ബ്ലോക്ക് മെമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ മീറ്റിംഗിലായിരുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ബൂത്ത് പ്രസിഡന്റുമാരെ, കോൺഗ്രസിന്റെ പ്രവർത്തകരെ, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ എല്ലാവരെയും ഒറ്റവാക്കി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തായിട്ട് സംസാരിക്കാനായിട്ട് നമ്മുടെ പ്രിയനായ ബ്ലോക്ക് മെമ്പർ ശ്രീ സാബു പുതുപ്പറമ്പിനെ ക്ഷണിക്കുക. അത് പോകുന്നുണ്ടോ? ഇല്ല, അത് പോകുന്നില്ല. ബഹുമാനായ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ മോനിച്ചൻ കുറ്റിപ്പുറം, യൂത്ത് കോൺഗ്രസിൻ്റെ ബഹുമാനായ മണ്ഡലം സെക്രട്ടറി, നമ്മുടെ വാർഡ് കമ്മിറ്റിയുടെ ബഹുമാനായ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നേതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇങ്ങനെയൊരു സമരവുമായി ഈ പ്രദേശത്തെ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വരുവാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പ്രിയപ്പെട്ട മോനിച്ചൻ ഇവിടെ സൂചിപ്പിച്ചു. ഏതാണ്ട് 2-3 വർഷക്കാലമായി മലകുന്നം കൊച്ചുമറ്റം റോഡ് ഒരു കാൽനട യാത്രക്കാരന് പോലും നടന്നു പോകാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ കിടക്കുകയാണ്. ബഹുമാനായ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറ് രോഗശയ്യയിലായിരുന്ന കാലഘട്ടത്തിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അനുവദിച്ച ഫണ്ട് അദ്ദേഹം യഥാസമയം ഇടപെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലാപ്സാക്കിയ സാഹചര്യം നമുക്കൊക്കെയും അറിയാം. അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ ചാണ്ടി ഉമ്മൻ ഇവിടെ നിയമസഭയിൽ ജയിച്ചു വന്നതിന് ശേഷം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിയമസഭയിൽ ഒട്ടനവധി പ്രാവശ്യം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും ബഡ്ജറ്റിൽ ഇതിനു വേണ്ട തുക നീക്കിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തുവെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ ഇതിനാവശ്യമായ പണം നൽകുന്നതിന് നാളിതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ള സാഹചര്യം ഇവിടെ നിലനിൽക്കുകയാണ്. പുതുപ്പള്ളിയിലും തൊട്ടടുത്ത കോട്ടയത്തും വികസന പ്രവർത്തനങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണിക്കുന്ന അനാസ്ഥയുടെ ഒട്ടനവധി ഉദാഹരണങ്ങൾ നമ്മൾ ദൈനംദിന
ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുവരികയാണ്. കോട്ടയത്തെ ബഹുമാനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരംഭിച്ച ആകാശ നടപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും അവതാളത്തിലാക്കുന്നതിന് അത് പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വന്ന സാഹചര്യം നമുക്കറിയാം. അത്തരം ഹീനമായ പ്രവർത്തനത്തിലൂടെ ഈ 2 നിയമസഭാ മണ്ഡലങ്ങളിലും വികസന പ്രവർത്തനങ്ങളിൽ നിന്നും അവിടുത്തെ MLA-മാരെ പിന്തിരിച്ചുകൊണ്ട് ഇവിടെ ജനങ്ങളുടെ എതിർപ്പിന് പാത്രഭൂതം ആകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അധികാരത്തിലിരിക്കുന്ന സർക്കാരും ഈ നിയമസഭാ മണ്ഡലങ്ങളിൽ ഇത്തരം ഹീനമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്നത്. നമുക്കറിയാം, കാഞ്ഞിരത്തമ്മൂട് നിന്നും പയ്യപ്പാടി വഴി ബന്നിമലയ്ക്കുള്ള റോഡിന് ബഡ്ജറ്റിൽ 5 കോടി രൂപ പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ MLA അനുവദിച്ചിട്ടും അതിൽ 1 കോടി രൂപയാണ് ഇപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കും. അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ആ വർക്ക് കോൺട്രാക്ട് എടുക്കുന്നതിന് കോൺട്രാക്ടർമാർ തയ്യാറാകുന്നില്ല. കാരണം നമുക്കറിയാം, ഈ കേരളത്തിലാകമാനമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പണിയെടുക്കുന്ന കോൺട്രാക്ടർമാർക്ക് 3-4 വർഷങ്ങളായിട്ട് പണിയെടുത്തതിൻ്റെ പൈസ കൊടുക്കാൻ കഴിയാത്ത ഒരു സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ഒരു കോൺട്രാക്ടർമാരും തയ്യാറാകുന്നില്ല എന്നുള്ള സത്യാവസ്ഥ നിലനിൽക്കുക. അതോടൊപ്പം തന്നെ പുതുപ്പള്ളി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഇവിടെ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വന്നപ്പോൾ പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് ഒട്ടനവധി മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകി ഇവിടെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജലജീവൻ പദ്ധതിയിലൂടെ ഒരു പുതിയ പദ്ധതി, ഇന്ത്യ ഗവൺമെന്റിന്റെ പദ്ധതിയായ ജലജീവൻ പദ്ധതി അടിയന്തരമായി ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പുതുപ്പള്ളി പഞ്ചായത്തിലെ 18 വാർഡുകളിലെയും റോഡുകൾ കുഴിച്ചിട്ടിട്ട് ആ ജലജീവൻ പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമം ഏറ്റെടുക്കുകയും അതിൽ നിന്നും വലിയൊരു തുക കമ്മീഷനായി കൈപ്പറ്റിക്കൊണ്ട് കോൺട്രാക്ടർമാരുമായി ഒരു എഗ്രിമെന്റ് പോലുമില്ലാതെ സമീപ പഞ്ചായത്തുകളിലൊക്കെ ജലജീവൻ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ പഞ്ചായത്തും ഈ പദ്ധതി നടപ്പിലാക്കുന്ന കോൺട്രാക്ടർമാരും തമ്മിലുണ്ടാക്കിയ എഗ്രിമെന്റുകളുടെ അടിസ്ഥാനത്തിൽ വഴി കുത്തിപ്പൊളിച്ചാൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ പൈപ്പിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ പൊളിച്ച വഴി കോൺക്രീറ്റ് ചെയ്തു കൊടുക്കുന്നതിനോ ടാർ ചെയ്തു കൊടുക്കുന്നതിനോ ഉള്ള ഉത്തരവാദിത്തം ആ കോൺട്രാക്ടർക്ക് ഉണ്ട് എന്നുള്ള വ്യവസ്ഥ എഗ്രിമെന്റ് ആക്കിക്കൊണ്ടാണ് അവിടെയൊക്കെ ജലജീവൻ പദ്ധതി നടപ്പിലാക്കിയെങ്കിൽ പുതുപ്പള്ളി പഞ്ചായത്തിൽ മാത്രം ഈ ഒരു കരാറുകളുമില്ലാതെ ജലജീവൻ പദ്ധതിക്ക് വേണ്ടി കോൺട്രാക്ടർമാർ വന്ന് ആകമാനം വഴികൾ കുത്തിപ്പൊളിച്ച് കോൺക്രീറ്റ് ചെയ്ത റോഡുകളും ടാർ ചെയ്ത റോഡുകളും നിർബാധം കുത്തിപ്പൊളിച്ചിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ പരിണത ഫലമായിട്ടാണ് ഇന്ന് ഈ റോഡൊക്കെ ഇങ്ങനെ കിടക്കേണ്ട സാഹചര്യം. ഇതിനെല്ലാം ഇന്ന് വഴി കേൾക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ MLA ആയ ശ്രീ ചാണ്ടി ഉമ്മനാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ വസ്തുത അതല്ല എന്ന് ജനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ അധികാരത്തിലിരിക്കുന്ന സർക്കാരും പുതുപ്പള്ളിയിൽ ഭരണത്തിലിരിക്കുന്ന പഞ്ചായത്തുമൊക്കെ ഈ കാര്യത്തിൽ ആ ഉദാസീനത വെടിഞ്ഞ് അടിയന്തരമായി ഈ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനം, ഈ റോഡെന്നല്ല പഞ്ചായത്തിലെ ആകമാനമുള്ള ജലജീവൻ പദ്ധതി പ്രകാരം വെട്ടിപ്പൊളിച്ച മുഴുവൻ റോഡുകളിലെയും വികസന പ്രവർത്തനം പൂർത്തീകരിക്കണമെന്നാണ് ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇവിടങ്ങളിലെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരിക്കുമ്പോൾ മണ്ണെടുക്കാനും കല്ലെടുക്കാനും നിർബാധ അവസരം കൊടുക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള കൊച്ചുമറ്റ സ്കൂളിനോട് ചേർന്നുള്ള പ്രദേശത്തു നിന്നും 10,000-കണക്കിന് ലോഡ് മണ്ണുകൾ വലിയ JCBയിലും ടോറസ് ലോറികളിലും ഇതിലെ കടന്നു പോകുമ്പോൾ, ഒരു ടോറസ് ലോറി ഇതുവഴി കടന്നു പോകുമ്പോൾ ഈ റോഡിനുണ്ടായ ബലക്ഷയം, അതാണ് ഇന്ന് നമ്മളൊക്കെയും അനുഭവിക്കുന്ന ഈ സ്ഥിതിയിലേക്ക് ഈ റോഡ് എത്തിച്ചത്. അതുകൊണ്ട് ഇതിനെല്ലാം അവസരമൊരുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ലക്ഷക്കണക്കിന് രൂപയുടെ കൈക്കൂലി ഈ മണ്ണെടുക്കുന്നവരെയും പാറ പൊട്ടിക്കുന്നവരുടെയും ഒക്കെ വാങ്ങിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രാദേശിക നേതാക്കളടക്കം കോടീശ്വരന്മാരാകുമ്പോൾ ഇവിടുത്തെ പട്ടിണി പാവങ്ങളെ നടന്നു പോകാൻ പോലും കഴിയാത്ത സ്ഥിതിയിലേക്ക് നമ്മുടെ നാട് മാറുന്നു. അതിനെതിരെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തിയാണ്. ഇതിവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഒരു സൂചനയാണ്. ഈ സൂചനയിലൂടെ ഇതിന് ശാശ്വതമായ പരിഹാരമുണ്ടാകുന്നില്ല. PWE ഓഫീസിലേക്കടക്കം മാർച്ച് ചെയ്തുകൊണ്ട് അവിടെ ധർണ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധവുമായി ഈ പ്രദേശത്തെ ഈ പയ്യപ്പാടി മേഖലയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരെ മുന്നോട്ട് വരുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 4-5 വാർഡുകളിലെ ബഹുമാനരായ വാർഡ് പ്രസിഡന്റുമാരും നേതാക്കന്മാരും ചേർന്ന്
സംഘടിപ്പിച്ച ഈ പ്രതിഷേധ സൂചനാ സമരത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പഞ്ചായത്ത് മെമ്പർ ശ്രീ സാബു പുതുപ്പറമ്പിൽ, ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ശ്രീ മോനിച്ചൻ കുറ്റിപ്പുറം, കടന്നു വന്നിരിക്കുന്ന കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റുമാര്, യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികള്, സർവോപരി കൊച്ചുപറ്റ നിവാസികളെ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. കൊച്ചുപറ്റം മലകുന്നം റോഡ് എന്ന് പറയുന്നത് ഏറെ നാളുകളെ ഇങ്ങനത്തെ ഒരു ശോചനീയാവസ്ഥയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സുരക്ഷിതവും സുതാര്യവുമായ വഴിയാത്ര എന്ന് പറയുന്നത് ഒരു നികുതിദായകന്റെ അവകാശമാണ്. ഏറെ ദിവസങ്ങൾ, ഏറെ തവണ പരാതികൾ കൊടുത്തിട്ടും ഇനിയും ഉറക്കം നടിച്ചു കിടക്കുന്ന PWD അധികാരികളുടെയും വെള്ളാനകളുടെയും കണ്ണു തുറപ്പിക്കുവാനും അതോടൊപ്പം ഈ റോഡിനോട് കണ്ണടച്ചു കാട്ടുന്ന രാഷ്ട്രീയ നേതാക്കളുടെ കണ്ണു തുറപ്പിക്കുവാനുള്ള മാർഗമാണ് ഇന്നിവിടെ ഈ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ റോഡെന്നല്ല, പാറശാല മുതൽ മഞ്ചേശ്വരം വരെ കേരള സംസ്ഥാനത്തിന്റെ പൊതുമരാമത്ത് വകുപ്പിന് അണ്ടറിലുള്ള എല്ലാ റോഡുകളുടെയും ശോചനീയ അവസ്ഥ നാം പരിഹരിക്കേണ്ടതുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് പറയുന്നത് കേരള സംസ്ഥാനത്തിന്റെ ധനകാര്യ വകുപ്പ് ധനക്കമ്മി അഭിമുഖീകരിക്കുന്നത് കൊണ്ട്, സാമ്പത്തിക ഞെരുക്കമുള്ളത് കൊണ്ട് ട്രഷറി നിയന്ത്രണത്തിലാണെന്നാണ്. അതുകൊണ്ട് ടെൻഡർ എടുക്കുവാൻ ഒരു കോൺട്രാക്ടറും തയ്യാറാകുന്നില്ല. ഇതേ പൊതുമരാമത്ത് വകുപ്പിന്റെ അണ്ടറിലുള്ള, ഇതേ പൊതുമരാമത്ത് വകുപ്പിന് ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ മന്ദിരം മോടി പിടിപ്പിക്കുവാൻ 1,80,00,000 രൂപ കഴിഞ്ഞ വർഷം മാത്രം ചെലവാക്കിയ വിവരം നാം വാർത്താ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ കാര്യമാണ്. അപ്പോൾ കൊട്ടാരങ്ങളുടെ കൊത്തളങ്ങൾക്ക് കൊത്തുപണി ചെയ്യുവാൻ കാശുണ്ട്, പാവങ്ങളുടെ പാതയോരങ്ങൾ പുനഃക്രമീകരിക്കുവാൻ പണമില്ല എന്നുള്ള അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ കടന്നു വന്നിരിക്കുന്നത്. ഇതിനെതിരെ ഈ സമരം ഒരു സൂചന മാത്രമാണ്. ഇനിയും കണ്ണു തുറന്നില്ലെങ്കിൽ, ഇനിയും നിങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിരൂക്ഷമായ സമര പരിപാടികളിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഈ സമരം ഒരു സൂചന മാത്രമാണ്. അതിന് ഈ കൊച്ചുമറ്റം ഗ്രാമവാസികളോടൊപ്പവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് പ്രിയങ്കരനായ സാംഖ്യ വർക്കി എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഏതാനും വാക്ക് സംസാരിക്കും. വാർഡ് മെമ്പറെ മോനിക്കനെ, മറ്റ് സാബു മറ്റ് പ്രിയമുള്ള സഹപ്രവർത്തക സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഞായറാഴ്ച ഈ വൈകുന്നേരം ഈ റോഡിന് മുമ്പിൽ ഈ പ്ലാക്കാർഡ് പാടെ നിൽക്കുവാൻ വന്ന സാഹചര്യം ഇവിടെ ഇപ്പം പലരും പറഞ്ഞു. വാട്ടർ അതോറിറ്റി PWD അനാസ്ഥയ്ക്കെതിരാണ് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ പ്രതിഷേധം. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ജലജീവൻ മിഷൻ്റെ ഈ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ട് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 18 വാർഡിലും സഞ്ചാരയോഗ്യമായ മുഴുവൻ റോഡുകളും നാമാവശേഷമാക്കിയിരിക്കുകയാണ്. ഇതുവരെയും വെള്ളം ആർക്കും കിട്ടിയില്ല. വഴിയെ വിട്ട മനുഷ്യൻ നടക്കാനും വരാത്തൊരു സാഹചര്യം റോഡും കിടക്കുന്നത്. കൊച്ചുമറ്റം റോഡിൽ കൂടെ നമുക്കൊരു സ്കൂൾ ആൾക്കാർ ഇത്രയും നാളും ഇവിടെ ക്ഷമിച്ചല്ലോ. ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ എല്ലാവിധമായ ഈ വാങ്ങുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. എല്ലാ പഞ്ചായത്തുകൾക്ക് ഫണ്ടും ലഭിക്കുന്നില്ലെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഈ രീതിയിൽ ഇങ്ങനെ പഞ്ചായത്തിന് മുമ്പിലും അതുപോലെ ഈ അധികാരികളുടെ മുമ്പിലും നടത്തേണ്ടി വരും. ഇപ്പം ഈ ഒരു റോഡ് സഞ്ചാരയോഗ്യമുള്ള ഒരു റോഡാണ്. ഈ റോഡ് ഇത് പോയി കിടക്കാൻ വേണ്ടി വളരെ നാളുകളായി. പല ഈ റോഡ് നന്നാക്കുന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ട് ഇതുവരെ ഇന്നൊരു ഇന്നിപ്പോൾ ഈ ധർണാസമരം ഇവിടെ നടത്തുന്നത് നമുക്കറിയാം. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങോട്ട് മുഖ്യമന്ത്രിയുടെ വീട് മെയിൻ്റെനൻസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഈ റോഡുകളൊക്കെ നന്നാക്കുന്നതിന്. അതുപോലെ വികസന പ്രവർത്തനം കേരളത്തിൽ ഒരു മേഖലയില്ല. ഇപ്പൊ ഈ വികസന പ്രവർത്തനങ്ങളൊന്നും നടത്താതെ CPM-ന്റെ പ്രവർത്തനങ്ങൾ വളരെ രീതിയിലാക്കി സംരക്ഷിക്കുവാനോ അല്ലെങ്കിൽ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തനവും ഇന്നിപ്പം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഒരു പ്രവർത്തനവും ചെയ്യാതെ മനുഷ്യരെ എല്ലാം കൊല്ലും. ഇന്നിപ്പം നമുക്കറിയാം, കേരളത്തിൽ ശമ്പളം കുടിശ്ശിക വന്നിട്ടില്ല. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ സർക്കാർ ക്ഷേമ പെൻഷനുകൾ ഒന്നും കൊടുക്കാൻ സാധിക്കുന്നില്ല. മൊത്തത്തിൽ താറുമാറായിട്ട് നടക്കണേ. അതിനെതിരെയാണ് എല്ലാവിധമായ മുമ്പോട്ടും ഈ സമരം. ഗവൺമെന്റിന്റെ യാതൊരുവിധ പ്രതിനിധികളെയും ഗവൺമെന്റിന് അനുകൂലമായ ഒരു നിലപാടുകളെ കുറിച്ചും
നമുക്ക് ഒരു സമീപനം സ്വീകരിക്കാൻ പാടില്ല. കാര്യം എന്ന് വെച്ചാൽ ഇനിയും വരാൻ പോകുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകും. നമുക്കറിയാം, മുന്നോട്ടുള്ള അവസരങ്ങൾ നോക്കിയെങ്കിലും ഈ റോഡുകൾ അവർ നന്നാക്കട്ടെ. ഇനിയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്, പല തെരഞ്ഞെടുപ്പുകളേക്കൊക്കെ വരാൻ പോവുകയാണ്. ആ വക കാര്യങ്ങൾ വരുമ്പോഴേക്കും നമ്മുടെയൊക്കെ വീടുകളിലേക്ക് അതിന്റെയൊക്കെ ഗവൺമെന്റിന്റെ പ്രതിനിധികളൊക്കെ, ആ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ വരുമ്പോഴേക്കും നമ്മൾ അവരോട് ചോദിക്കണം, ഈ കഴിഞ്ഞ 10-12 വർഷക്കാലമായിട്ട് ഗതാഗത യോഗ്യമല്ലാതെ, യാത്രായോഗ്യമല്ലാതെ പോലും നമുക്ക് കാൽനടക്കാർക്ക് പോലും ബുദ്ധിമുട്ടുള്ള ഈ റോഡിന്റെ സ്ഥിതി കണ്ടിട്ട് നിങ്ങൾ ഒരു നിവേദനം കൊടുത്തിട്ടോ അത് നടപ്പാക്കാനോ അത് പദ്ധതി ചെയ്യിപ്പിക്കാനോ തയ്യാറാകാത്ത നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ വീട്ടിൽ വോട്ട് ചോദിക്കാൻ വരുന്നതെന്ന് അവരോട് മുഖത്ത് നമുക്ക് ചോദിക്കേണ്ട അവസരം വന്നിരിക്കുകയാണ്. നമ്മൾ അതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും തോന്നേണ്ട കാര്യമില്ല. നമ്മുടെ വികസന കാര്യങ്ങളിൽ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിന് പ്രാധാന്യം കൊടുത്ത് ഫണ്ട് അനുവദിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ നിലപാടും അതായിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മളിത് രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടിയുള്ള ഒരു പ്രസംഗമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടല്ല. ഇത്തരത്തിലുള്ള നിലപാടുകളായിരിക്കണം നമ്മുടെ നാട്ടിലുള്ളവർ ഒന്നിച്ചു വരുന്നത്. നമുക്ക് ഗവൺമെന്റുകളോട് നമ്മൾ ആവശ്യപ്പെടുകയാണ് ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന്. അപ്പോൾ ആ ഗവൺമെന്റ് ചെവിക്കൊള്ളുന്നില്ലെങ്കിൽ നമുക്ക് കൂട്ടായി ചെയ്യാനുള്ളത് എന്താണ്? ആ വിഭാഗത്തെ ബഹിഷ്കരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പറയണം, ഇത്തരത്തിൽ നമ്മുടെ അഭിപ്രായങ്ങളെയും നിർദ്ദേശങ്ങളെയും സ്വാഗതം ചെയ്യാത്ത, അതിനോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കാത്ത ഈ ഗവൺമെന്റിനെ നമ്മൾ ബഹിഷ്കരിക്കാൻ തന്നെ തീരുമാനിക്കണം. അതിന് നിങ്ങളെ എല്ലാവരെയും അഭിപ്രായങ്ങളും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഒരിക്കൽ കൂടി ഉണ്ടാകണം. ഈ സമരത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എല്ലാ പിന്തുണയോടുകൂടി ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് തയ്യാറായി വന്നിരിക്കുന്ന എല്ലാ സഹോദരന്മാരോടും പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം ചെയ്യും. അടുത്തതായി സംസാരിക്കാൻ നമ്മുടെ പ്രതിപക്ഷ പുതുപ്പള്ളി പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട തിരുപ്പറ്റിക്കലിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, അതുപോലെ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ്, പ്രിയമുള്ള ജനപ്രതിനിധി അടക്കമുള്ള സഹപ്രവർത്തകരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, പി സെക്രട്ടറി അടക്കമുള്ള ജനപ്രതിനിധികളടക്കമുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം പ്രതിപക്ഷ MLA-മാർ അവർ കൊടുക്കുന്ന ഒരപേക്ഷകൾക്കും ഒരു റോഡാണ് ഏത് ആവശ്യങ്ങൾക്കാണേലും 5 പൈസ അനുവദിക്കാത്ത രീതിയിലാണ് ഗവൺമെന്റ് ഒരു വൈരാഗ്യം തീർക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് മരിക്കുന്നതിന് ഏകദേശം ഒരു വർഷം മുമ്പ് ഈ റോഡുകൾക്ക് വേണ്ടി നിവേദനം അദ്ദേഹത്തിന് കൊടുക്കുകയും അദ്ദേഹം അത് ഗവൺമെന്റിൽ എത്തിക്കുകയും ചെയ്തതാണ്. ഒരു പൈസ പോലും ഈ റോഡുകൾക്ക് അനുവദിച്ചില്ല എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമായ കാര്യമാണ്. കേരളമെമ്പാടും ഇതാണ് അവസ്ഥ. 2 കാര്യങ്ങൾ അതിനകത്ത്. ഒന്നാമത് PWD അനാസ്ഥ, കൂടാതെ ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് എല്ലാ റോഡുകളും നശിപ്പിച്ച് കുളമാക്കിയിട്ടിരിക്കുകയാണ്. ഒരു ബൈക്കുകാർക്ക് പോലും സ്കൂട്ടറുകാർക്ക് പോലും പോകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് നമ്മുടെ റോഡുകളെല്ലാം തന്നെ ആയിരിക്കുക. ഇതുപോലെ തന്നെ ഒരു റോഡാണ് കാഞ്ഞിരത്തുമൂടി നിന്ന് മുമ്മറ്റത്തിന് റോഡ്. ഒരു 1.5 വർഷം മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു 3.5 കോടി രൂപ അനുവദിച്ചെന്ന് പറഞ്ഞ ഒരു ഫ്ലെക്സ് വെച്ചിട്ട് ആ ഭാഗത്തൂടെ പോയിട്ട് ഇപ്പൊ ആ ഫ്ലെക്സ് വെച്ചവരെ കാണുന്നില്ല. ആ വഴി പണ്ടത്തെ പിന്നത്തെയായിട്ട് ഒരു വണ്ടിക്ക് പോലും പോകാൻ പറ്റാത്ത കിടക്കുകയാണ്. പഞ്ചായത്തിന്റെ അനാസ്ഥ എന്ന് പറയാൻ നമുക്കറിയാം, ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് ഒട്ടിച്ച റോഡുകൾ തിരിച്ച് കോൺക്രീറ്റ് ചെയ്ത് തരത്തില്ല എന്നുള്ള എഗ്രിമെന്റ് പോയി ഒപ്പിട്ട പഞ്ചായത്താണ് പുതുപ്പള്ളിയുള്ളത്. ബാക്കി എല്ലാ പഞ്ചായത്തുകാരും തിരിച്ച് കോൺക്രീറ്റ് ചെയ്ത് തരണം എന്നുള്ള എഗ്രിമെന്റ് ഒപ്പിട്ടപ്പോൾ പുതുപ്പള്ളി പഞ്ചായത്ത് തിരിച്ചൊപ്പിടത്തില്ല എന്നുള്ള എഗ്രിമെന്റ് പോയി ഒപ്പിട്ട് മണ്ടത്തരം കാണിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിനെതിരെ സമരം നടത്തിയപ്പോൾ അവർ പറഞ്ഞു 9 കോടി രൂപ അനുവദിച്ചു കിടക്കാമെന്ന്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അറിഞ്ഞു ആ 9 കോടി രൂപ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് അതും ആയിരിക്കുകയാണ്. അപ്പൊ പഞ്ചായത്തിലെ ബഹുഭൂരിപക്ഷം നമുക്കറിയാം, കഴിഞ്ഞ ഭരണസഭയുടെ സമയത്ത് അർബൻ മിഷന്റെ ഫണ്ട് കൊണ്ട് പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും നടപ്പാതകളും നന്നായിട്ട് കോൺക്രീറ്റ് ചെയ്തിരുന്നതാണ്. പക്ഷെ നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ നമ്മുടെ റോഡുകളെല്ലാം തന്നെ പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രതിപക്ഷ MLA-മാർക്ക് ഒരു ഫണ്ട് പോലും ഗവൺമെന്റ് അനുവദിച്ചു കൊടുക്കുന്നില്ല. നമുക്കറിയാം, തിരുവഞ്ചൂർ രാധാകൃഷ്ണനുള്ള വൈരാഗ്യം കൊണ്ട് ആ
നമ്മുടെ ആകാശപാത, അതുപോലെ കോടിമത പാലമൊക്കെ ഈ 8 വർഷം മുമ്പ് ആ നിർത്തിയപാടി അങ്ങനെ തന്നെ നിൽക്കുക. നമുക്കറിയാം ഇതൊക്കെ ജനങ്ങളോടല്ലേ ഇതിന്റെ വെല്ലുവിളി, അല്ലാതെ ഒരു MLA-യോട് ഇതിന്റെ ഇത് തീർക്കേണ്ട കാര്യമുണ്ടോ? ഇതെല്ലാം അനുഭവിക്കുന്ന ജനങ്ങളല്ലേ. അതുപോലെ നമുക്കറിയാം പുതുപ്പള്ളി പഞ്ചായത്തിന്റെ അവസ്ഥ. പഞ്ചായത്തിൽ കഴിഞ്ഞ ഒരു 3.5 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് ഫണ്ട് കൊടുത്ത് ഉണ്ടാക്കിയ മിനി സിവിൽ സ്റ്റേഷന്റെ കമ്പി മുഴുവൻ തുരുമ്പിച്ച് നിൽക്കുക. ഒരു കല്ല് എടുത്ത് അതിന്റെ മുകളിലോട്ട് വെക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഇനി 1.5 വർഷം കൂടെ കഷ്ടേ ഉള്ളൂ ഭരണം. ഒരു കാര്യങ്ങളും ഈ പുതുപ്പള്ളി പഞ്ചായത്തിൽ 3.5 വർഷമായിട്ട് പഞ്ചായത്തും യാതൊരു കാര്യങ്ങളും ചെയ്യുന്നില്ല. പഞ്ചായത്തിന്റെ നേരെ മുന്നിൽ വഴി നമുക്കറിയാം എത്ര മാസങ്ങളായി കിടക്കുന്നു. പൊട്ടിപ്പളിഞ്ഞ് ഒരു വണ്ടിക്കോ ഒരു കാൽനടക്കാർക്കോ പോലും അതിലെ പോകാൻ മേലാത്ത വഴി. അത് നമുക്ക് ഈ പണ്ട് ഈ ആലുകിളുത്ത തണലാവെന്ന് പറഞ്ഞ പോലെ ആ അവസ്ഥയിൽ അതും കിടക്കുകയാണ്. അങ്ങനെ നമ്മളെ ജനങ്ങളെ ഇത്രമാത്രം ദുഷിപ്പിച്ച ഒരു സംവിധാനം, അത് പഞ്ചായത്താണെങ്കിലും ഗവൺമെന്റ് സംവിധാനങ്ങളാണ്, ജനങ്ങൾക്ക് ഇത്രയും ദുഷ്കരമായ പ്രവൃത്തികൾ എത്തിച്ചേർന്ന് വന്നിരിക്കുകയാണ്. ഇതെല്ലാം അനുഭവിക്കുന്ന സാധാരണക്കാരാണ്. അതുകൊണ്ട് ഇനി ഇത് അടുത്ത സമരം നമ്മൾ നടത്താൻ പോകുന്നത് ഉമ്മറ്റം വഴിക്കാണ്. ഈ 3.5 കോടി രൂപ അനുഭവിച്ച ഫണ്ട് എവിടെ പോയതെന്ന് അറിയണം. ആ വർക്ക് നടക്കുമോ ഇല്ലെന്ന് അതുകൂടി ഒന്ന് അറിയണം. ഉടനെ തന്നെ അടുത്തൊരു സമരം നമ്മൾ കാകരത്തുമൂട് ഉമ്മറ്റം റോഡിൽ ചെയ്യാൻ പോവുകയാണ്. കാരണം ഓരോ റോഡിലും മനുഷ്യന് നടക്കാൻ മേലാത്ത, വണ്ടിക്കും പോകാൻ മേലാത്ത സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് ഈ സമരം ഇവിടെ സംഘടിപ്പിച്ച പ്രിയപ്പെട്ട ഇതിന്റെ സാവിച്ചടക്കമുള്ള മോനിച്ചടക്കമുള്ള എല്ലാ നാട്ടുകാർക്കും സഹപ്രവർത്തകർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ. സുഹൃത്തുക്കളെ, മലകുന്നം കൊച്ചുപറ്റം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തിയ ഈ പ്രതിഷേധ ധർണയില് ശ്രീ ഗിരീശൻ, മണ്ഡലം പ്രസിഡന്റ് ശ്രീ സാം കെ വർക്കി, പഞ്ചായത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ ജിനു ബേക്കോട്, സാബു, പഞ്ചായത്ത് മെമ്പർ ശ്രീ മോഹൻ. സുഹൃത്തുക്കളെ, ഈ സമരത്തിൽ പങ്കെടുത്ത ഇവരെ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനല് പ്രവർത്തിച്ച വിനോദിനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വാഹനങ്ങൾ നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, മലകുന്നം കൊച്ചുമറ്റം കോൺഗ്രസ് സിന്ദാബാദ്, സൂചനാ സമരം സിന്ദാബാദ്, സൂചനാ സമരം സിന്ദാബാദ്, പ്രതിഷേധ സമരം സിന്ദാബാദ്, പ്രതിഷേധ സമരം സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്.